പേര് സാറ് പരിചയപ്പെടുത്തി. ഗിരിജ, രാമനാട്ടുകര സ്വദേശിയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് മുമ്പ് ഒരു മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരിയായിരുന്നു. നിങ്ങളെല്ലാവരും വന്നതുപോലെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അത് ഉപയോഗിക്കാന്ന് കരുതി മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയാണ്. അല്ലാതെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്തെന്നോ, അല്ലെങ്കിൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയെ പറ്റി എന്തെന്നോ അറിഞ്ഞിട്ടൊന്നും വന്നൊരു വ്യക്തിയേ അല്ല. പക്ഷേ ദൈവാധീനം എന്ന് പറയാം. വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച സമയത്ത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. വർഷങ്ങളായിട്ട് ഞാനൊരു മെഡിക്കൽ ഷോപ്പിലെ ആളായിരുന്നു. പല പ്രൊഡക്റ്റുകളും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എനിക്ക് മകളുടെ ഒരു പീരിയഡ് സംബന്ധമായ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 മാസം നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ അതോടൊപ്പം തന്നെ വുമൺ കമ്പാനിയൻ എന്ന ആ ഒരു പ്രൊഡക്റ്റ് കൂടി ഉപയോഗിച്ച സമയത്ത് കിട്ടിയ റിസൾട്ടാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ദിവസ വേതനത്തിന് നമ്മൾ പോകുന്ന സമയത്ത് കൃത്യമായ സമയത്ത് അവിടെ ജോലിക്ക് എത്തണം. നമ്മൾ എത്ര മണിക്കൂറാണോ ചെയ്യുന്നത് അതിനുള്ള ആനുപാതികമായ സാലറി നമുക്ക് ലഭിക്കും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇപ്പൊ 1-2 ദിവസം നമുക്കത് ലീവ് എടുക്കുകയാണെങ്കിൽ ആ അന്നത്തെ ദിവസത്തെ വേതനം നമുക്ക് ലഭിക്കുന്നതല്ല. ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഞാനൊരു ബിസിനസ്സായിട്ട് വന്ന ആളൊന്നല്ല. പക്ഷേ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. എന്നെ കൊണ്ടുവന്ന വ്യക്തിയുടെ നിർബന്ധപ്രകാരം ചില സമയങ്ങളിലൊക്കെ ലീവ് എടുത്ത് ഞാൻ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന ഒരു 3 മാസത്തോളം ആ ഒരു വ്യക്തി എന്റെ പിന്നാലെ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ എത്താൻ കാരണം. നെല്ലിയാമ്പതി വെച്ച് നടത്തിയ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ വളരെ നിർബന്ധപ്രകാരമാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതെങ്കിൽ കൂടി അവിടുന്നാണ് എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചത്. നമുക്ക് എപ്പോഴും നമ്മുടെ തീരുമാനങ്ങളാണ് എപ്പോഴും നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. ആ ഒരു ട്രെയിനിങ്ങിനോട് ശേഷം ഞാനൊരു ഹോം ഷോപ്പി എന്ന രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുകയും ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. നല്ല നല്ല ഉൽപ്പന്നങ്ങളാണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറച്ചൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സെയിലാക്കി അല്ലെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഇപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ, പേസ്റ്റ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഞാൻ ആദ്യം സെയിലാക്കാൻ ശ്രമിച്ചത്. ഉള്ളിലേക്ക് കഴിക്കുന്നത് നമുക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെങ്കിലും മറ്റുള്ള ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതൊരു പ്രയാസമായിരുന്നു എനിക്ക്. നമ്മുടെ പേസ്റ്റ് 2-3 വിധം പേസ്റ്റുകളുണ്ട്. ആ പേസ്റ്റ്, ഹെയർ ഓയിൽ, ഫെയർനെസ് ക്രീം അങ്ങനെയുള്ള പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യം ഞാൻ ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുത്തു. അതിലൂടെ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്താനും അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാനും തുടങ്ങി. ചെറിയ ചെറിയ ബിസിനസ്സുകൾ അല്ല ചെറിയ ചെറിയ വരുമാനങ്ങൾ എനിക്ക് കമ്പനിയിൽ നിന്നും കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചു. എപ്പോഴും നമ്മൾ പഠിച്ച് അല്ലേ കൂടുതൽ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ സ്വയം അത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക. കൂടെ കൂടെ പഠിക്കുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ബന്ധുവിലേക്കും ഈ ബിസിനസ് എത്തിച്ച സമയത്ത് എനിക്ക് എൻ്റെ വരുമാനം കൂട്ടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ടൊക്കെ കൂടിയിട്ട് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഒരു സാധാ വീട്ടമ്മയാ ഞാൻ. ഒരു എന്താ പറയാ ഉൾപ്രദേശം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയ സമയത്ത് പല ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ സമയത്തും അവര് പറയും, "മേഡത്തെ പോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുള്ള ആളുകൾക്കുള്ള ബിസിനസ് ആണെന്നൊക്കെ." പക്ഷെ ആരും തന്നെ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ആരും തന്നെ ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടോ ഒന്നല്ല ഇതിലേക്ക് വരുന്നത്. മറ്റുള്ള മേഖലയിലൊക്കെ നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് പഠിച്ചിട്ടാണ് കയറുന്നതെങ്കിൽ ഇവിടെ നേരെ വിപരീതമാണല്ലേ. നമ്മൾ ഈ ഒരു മേഖലയിൽ എത്തിയതിന് ശേഷമാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. പഠിക്കണമെങ്കിൽ നമ്മൾ ഓരോരോ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ നമ്മുടെ വീക്കിലി മീറ്റിങ്ങുകൾ, ടീമിന്റെ മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, അതേപോലെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ, FSS, RTP ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിനെപ്പറ്റി അറിവ് ലഭിക്കുന്നത്. നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക. പ്രൊഡക്റ്റിനെ പറ്റി നന്നായി പഠിക്കുക, നമ്മൾ ബിസിനസ് ഇൻകം പ്ലാൻ പഠിക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും അറിഞ്ഞു വന്ന വ്യക്തിയല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും കൃത്യമായി പങ്കെടുക്കുകയും അതിലൂടെ കിട്ടുന്ന അറിവുകൾ വെച്ച് ഞാൻ പുതിയ വ്യക്തികളിലേക്ക് എനിക്ക് കിട്ടിയ അറിവ് പകർന്നു കൊടുത്ത സമയത്താണ് ഇന്ന് ഒരു STC എന്ന റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്.
അതൊരിക്കലും എൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമല്ല. ഏറ്റവും കൂടുതൽ എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ലീഡേഴ്സ്, അതോടൊപ്പം തന്നെ എൻ്റെ ലവ് ലൈൻസ് ആണ്. എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത വ്യക്തികളാണ്. ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഞാൻ പോലും അറിയാത്ത നേട്ടങ്ങൾ അല്ലേ, ഒരിക്കൽ പോലും 15 വർഷത്തോളം ഞാൻ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിരിക്കും. നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് രണ്ടറ്റം ഒട്ടിക്കാൻ വളരെയധികം പ്രയാസാണ്. എന്നാലും ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എനിക്ക് എൻ്റെ ജീവിതം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരു വീട്ടമ്മയായ എനിക്ക് ഒരു ഫോർ വീലർ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ ഈ ഒരു ബിസിനസ്സിൽ എത്തിയതിനു ശേഷം മാത്രമാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ രണ്ടാമത്തെ മകളുടെ വിവാഹ ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കുറഞ്ഞ സമയത്ത് ഇൻകം കൂട്ടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇൻകം അല്ലേ, ഓരോ ആഴ്ചയിലും നമ്മുടെ ഇൻകം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കോൺഫിഡന്റ് വർദ്ധിക്കും. വീണ്ടും വീണ്ടും നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ പോയി കണ്ട് നമ്മൾ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പല ആളുകളും അറിയാം, 1-2 തവണ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എങ്കിൽ പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പിന്നെ പുതിയ വ്യക്തികളിലേക്ക് പോവുകയാണ്. പക്ഷെ നമ്മൾ ഫോളോ അപ്പിലൂടെ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ ആളുകളെ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ട്മെന്റ് ആണ് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ ബിസിനസ്. ആളുകളെ ഇരട്ടിപ്പിക്കുന്ന ഒരു ബിസിനസ്സാണിത്. റിക്രൂട്ട്മെന്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റീപർച്ചേസിങ് അല്ലേ. പല കമ്പനികളും നമുക്ക് അറിയാമെന്ന് നമുക്ക് പലപ്പോഴും പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടേ ഇരിക്കണം, റീപർച്ചേസ് ചെയ്യണം, റീറ്റെയിൽ ചെയ്യണം. ഡിയർ ഫ്രണ്ട്സ്, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ റീപർച്ചേസിങ്ങും റീറ്റെയിലിങ്ങുമാണ് അതിന്റെ എന്താ പറയാ ആണിക്കല്ല് എന്ന് പറയും അല്ലേ. റീപർച്ചേസിങ്ങും അല്ലെങ്കിൽ റീറ്റെയിലിംഗും ഇല്ലാത്തൊരു ബിസിനസ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമുക്ക് ഈ ബിസിനസ്സിൽ വിജയം അല്ലെങ്കിൽ ഗ്രോത്ത് വേണമെങ്കിൽ വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് നമ്മൾ മനുഷ്യരുള്ളിടത്തോളം കാലം ഉപയോഗിക്കാൻ പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി നമുക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പല്ല് തേക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന് നമുക്ക് പേസ്റ്റ് വേണം, ബ്രഷ് വേണം. അത് രണ്ടും നമ്മുടെ കമ്പനി ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ജീവിത രീതി എടുത്തു നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ചായ കുടിക്കുന്നു അല്ലേ. അതിനൊക്കെ ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി ഇറക്കുന്നുണ്ട്. അത് നമ്മൾ വാങ്ങുന്നു. അതോടൊപ്പം മറ്റുള്ള ആളുകളെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ഒന്ന് മാറ്റി വാങ്ങാൻ മാത്രം നമ്മൾ അവരെ പരിശീലിപ്പിച്ചാൽ മതി. എല്ലാവരും ചായ കുടിക്കുന്ന ആളുകളാണ് അല്ലെ, മിക്ക ആളുകളും ചായ കുടിക്കുന്നവരാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ മറ്റുള്ള ആളുകളെ പരിശീലിപ്പിക്കുക. അങ്ങനെ നമുക്ക് ഈ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ റീറ്റെയിലിംഗ് നമുക്ക് കിട്ടുന്ന അടുത്തൊരു പ്രോഫിറ്റ് ആണ്. ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകൾ വിലക്കുറവിൽ ലഭിക്കുമെന്നാണ്. അങ്ങനെ പ്രൊഡക്റ്റുകൾ വിലക്കുറവിൽ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് മാത്രം ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനോ ഇന്ന് ഈ കമ്പനിയുടെ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എന്നും കരുതി വന്ന ഒരാളല്ല. എൻ്റെ ഫാമിലി സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ആള് എന്നോട് പറഞ്ഞത്, ഒരു ഐഡി നിങ്ങൾ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിലക്കുറവിൽ വാങ്ങിക്കാം. അങ്ങനെ എനിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങിക്കാം എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇതിലൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കുന്നത്. ജോലി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സാലറി ഒക്കെ കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാന്നാണ്. പക്ഷേ ഈ ഉൽപ്പന്നങ്ങളുടെ റിസൾട്ട് ആയിരിക്കാം എന്നെ ഇന്ന് ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ചതും ഈ കമ്പനിയിൽ നിലനിൽക്കാൻ സഹായിച്ചതും അല്ലെ. നല്ല പ്രൊഡക്റ്റുകളാകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നു. അതിലൂടെ ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോഴും നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ ബിസിനസ് എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഒരു സാധാ വീട്ടമ്മയായ എനിക്ക് എൻ്റെ മകൾക്ക് ഇതിലൂടെ വന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിലൂടെ ഞാനൊരു ഫോർ വീലർ വാങ്ങിച്ചു കൊടുത്തൊരു അമ്മയാണ്.
പല ലീഡേഴ്സും പറയാറുണ്ട് 4 വീലർ എടുത്തു, 2 വീലർ എടുത്തു എന്നൊക്കെ. പക്ഷെ ഞാൻ സത്യം പറയല്ല, ഡ്രൈവിംഗ് ഒന്നും ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ മകൾക്ക് ഒരു കാറ് ഈ ഒരു ബിസിനസ്സിലൂടെ വന്ന് ഒരു 9,00,000 രൂപ വരുന്ന ടാറ്റായുടെ ടിയാഗോ എന്നൊരു കാർ എനിക്ക് സ്വന്തമാക്കാൻ പറ്റി. പല ആളുകളും അല്ലേ നമുക്ക് വരുന്ന സമയത്ത് പല ആളുകളിൽ നിന്നും നമുക്ക് നിരുത്സാഹം അല്ലേ? ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടല്ല വരുന്നത്. അറിഞ്ഞിട്ടല്ല അവര് പറയുന്നതും. നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിലുണ്ടാകാം, നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടാകാം, അയൽക്കാരിലുണ്ടാകാം അല്ലേ? പലപ്പോഴും എനിക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കളിയാക്കപ്പെടലുകള്. ഡോക്ടർ ഗിരിജ എന്നായിരുന്നു ഫസ്റ്റ് കാല ഈ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്തൊക്കെ ആളുകൾ എന്നെ കളിയാക്കിയിരുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഡോക്ടർ ഗിരിജ വരുന്നുണ്ട്. പലരും എന്നെ പരിഹസിച്ചിരുന്നു. പക്ഷെ ഇന്ന് പരിഹസിച്ച ആളുകളൊക്കെ ഇന്നും അവർ ചെയ്യുന്ന ആ മേഖലയിൽ തന്നെ പോവുകയാണ്. പക്ഷെ ഈ ഡോക്ടർ ഗിരിജയ്ക്ക് ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞല്ലേ, നമ്മളൊക്കെ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഇങ്ങനെ നോക്കി എന്നെങ്കിലും എനിക്ക് സാധിക്കോ എന്ന് പലപ്പോഴും ഞാൻ വേദനയോടെ ചിന്തിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസ്സിലൂടെ വന്നതിന് ശേഷം ഡിയർ ഫ്രണ്ട്സ് 4 തവണ ഫ്ലൈറ്റ് യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ ഈ ഒരു ബിസിനസ്സിന്റെ നേട്ടാണ്. ഒരു രൂപ പോലും കൊടുക്കാതെയാണ് വെച്ചല്ലേ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ടീമുകളിലൊക്കെ പല ആഹ് എന്താ പറയാ പല പല ഓരോ ലീഡേഴ്സ് നമുക്ക് പല ഓർഡേഴ്സും ഓരോത് തരുന്നുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് യാത്ര അല്ലെ ഇത്ര ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ബിവി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഓരോരോ കാര്യങ്ങൾ ലീഡേഴ്സ് വെക്കാറുണ്ട്. ഇപ്പോഴും ഞാനും എൻ്റെ ടീമിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ 4 തവണ ഒരു രൂപ പോലും കൊടുക്കാതെ ഫ്ലൈറ്റിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. അതും എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം. ഹസ്ബൻഡിനെ കൂടി കൂട്ടിയാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഫാമിലി സപ്പോർട്ടാണ്. അല്ലേ? ഹസ്ബൻഡാണ് ചെയ്യുന്നതെങ്കിൽ വൈഫ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇനി വൈഫ് ആണെങ്കിൽ അല്ലേ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിന് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പല എൻ്റെ കൂടെ ചെയ്യുന്ന വ്യക്തികളും ഹസ്ബൻഡ് അറിയില്ല, വീട്ടുകാരറിയില്ല, പ്രൊഡക്റ്റ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ഹസ്ബൻഡുകളാണെങ്കിൽ വൈഫ് അറിയാൻ പാടില്ല. അല്ലേ? ഇങ്ങനെ രഹസ്യമായിട്ടൊന്നും നമുക്ക് വളരെ കാലം ഈ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റൂ. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം പഠിക്കാനുണ്ട്. അതിന് നമ്മൾ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തേ പറ്റൂ. രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ മീറ്റിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ കോഴിക്കോട് നാളന്തയിലൊക്കെ പ്രോഗ്രാം ഉണ്ട്. വന്നിട്ടുണ്ടായിരിക്കാം പല ആളുകളും. നമുക്ക് 3:30 മണിക്കാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയായാലും എനിക്ക് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 8 മണിക്കാവും ബ്ലോക്കിലൊക്കെ പെട്ടിട്ട്. അപ്പൊ എൻ്റെ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ നല്ല രീതിയിൽ ഉയരാൻ പറ്റൂ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലുള്ള അവോയ്ഡുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നെഗറ്റീവുകൾ വരാം. പക്ഷെ അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്ന അതിൽ തീരുമാനം എടുക്കേണ്ട വ്യക്തികൾ നമ്മളാണ്. അല്ലെ? മറ്റുള്ള ആളുകളല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നമുക്കായിരിക്കണം ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടത്. എന്ന് കരുതി ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റുകളൊക്കെ ഫാമിലിയിൽ ഉപയോഗിക്കുക. ആ ഉപയോഗിച്ച റിസൾട്ടാണ് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. അല്ലെ? ഈ ബിസിനസ്സിന് വേണ്ടി നമുക്കിവിടെ സംസാരിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. പലപ്പോഴും പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണെന്ന്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ പ്രൊഡക്റ്റുകളാണ് നമ്മളുടേത്. അല്ലേ? എവിടെയുണ്ടെന്ന് നമ്മളെ 95 പോലുള്ള ഒരു ഡ്രിങ്ക് ഒക്കെ മറ്റേതൊരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്? ധാരാളം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ടല്ലേ? പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ജീവനുള്ള പ്രൊഡക്റ്റുകളാണ്. പലപ്പോഴും നമ്മൾ പല മീറ്റിങ്ങുകളും കേട്ടിട്ടുണ്ട്. ക്യാൻസറിനൊക്കെ അല്ലേ? ക്യാൻസർ പോലുള്ള രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുള്ള അത്രയും അമേസിംഗ് ആയിട്ടൊരു ഉൽപ്പന്നമാണ് നമ്മുടെ 95 എന്നൊക്കെ പറഞ്ഞാല്. അത്ര റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളെ കമ്പനി നമുക്ക് വേണ്ടി ഇറക്കുന്നത്. എല്ലാവരും ചെയ്യേണ്ടത് പ്രൊഡക്റ്റിനെ പറ്റി നന്നായി പഠിക്കുക. പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലേ? പ്രൊഡക്റ്റാണ് ഇവിടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്നെ പോലുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഇത് സാധിക്കുമെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള എത്രയോ വ്യക്തികൾ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ട്. അല്ലേ? നമുക്ക് ലേഡീസിനൊക്കെ എപ്പോഴും പരിമിതികളുണ്ട്. എന്നിട്ട് പോലും നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ പല ലീഡേഴ്സിനെ നമുക്കറിയാം അല്ലേ? നമ്മുടെ ആലപ്പുഴ ഒരു സുമിത മേഡം ഉണ്ട്. 2,10,000 വീക്കിലി ആള് വാങ്ങിക്കുന്നത്. കമ്പനി നമുക്ക് എല്ലാ വീക്കിലും 2.10 തരുന്നുണ്ട്. 17.5 ലക്ഷം ബിസിനസ് മാച്ച് ചെയ്യുന്ന സമയത്ത്
കമ്പനി എല്ലാവർക്കും അല്ലേ? പക്ഷെ നമ്മളത് വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ എത്ര ഇൻകം വാങ്ങുന്നോ ബാക്കി 2/10 ബാക്കി ഇൻകങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും ഈ ബിസിനസ്സിനെ നന്നായിട്ട് പഠിക്കുക, പ്രൊഡക്റ്റ് പഠിക്കുക. കാണുന്ന ആളുകളോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കുക. മടിച്ചിരുന്നാൽ അല്ലേ ആ ആളുകളോട് അല്ലേ ഇവിടെ വലിപ്പ ചെറുപ്പൊന്നുമില്ല ആളുകളിലെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ആരോടും പറയാം അല്ലേ. ഇംഗ്ലീഷ് ഡോക്ടേഴ്സിനോട് പോലും ഞാൻ എന്റെ ബിസിനസ് പറഞ്ഞ് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ ബിസിനസ്സിനെ അവർ ശക്തമായി എതിർത്തിരുന്നു. ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം അവർ ഉപയോഗിക്കുന്ന സമയത്ത് പക്ഷെ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് ഒന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. അവർ വാങ്ങി ഉപയോഗിക്കെങ്കിൽ കൂടിയിട്ട് അവരത് മറ്റുള്ള ആളുകളെ എനിക്ക് നിർദ്ദേശിക്കില്ല ഒരിക്കലും. കാരണം എല്ലാം ബിസിനസ്സാണ്. ഏതൊരു മേഖലയിലും വിദ്യാഭ്യാസമായാലും ചികിത്സയായാലും ഒക്കെ ബിസിനസ്സിലൂടെയാണ് ഇന്ന് പോകുന്നത്. പലപ്പോഴും പല ആളുകൾ എന്നോട് നമ്മുടെ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതി ചില വ്യക്തികൾ എന്നോട് പറയും എഗ്രിമെന്റ് എഴുതി കൊടുക്കാനൊക്കെ. എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കണം അത് മാറിയാൽ. പക്ഷെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഇന്ന് വരെ നമുക്ക് ചികിത്സിക്കാൻ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്ന് മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് തരണം ഡോക്ടർ. ഈ രോഗം മാറുമെന്ന്. ഏതെങ്കിലും ഡോക്ടേഴ്സ് നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ രോഗം ഞാൻ പൂർണ്ണമായി മാറ്റിത്തരാം. അല്ലേ? അവരെന്താ പറയാ നമ്മളെ ഒരു രോഗം വന്ന് ചെല്ലണ സമയത്ത് ഒരാഴ്ച മരുന്ന് ഉപയോഗിക്കും. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലണ സമയത്ത് അത് ഭേദമായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരാഴ്ച കൂടി. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ മെഡിസിൻ ഒന്ന് അവര് മാറ്റി എഴുതും. നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യാറുണ്ടോ ഡോക്ടേഴ്സിന്? സാർ എന്തുകൊണ്ട് അത് മാറ്റി എഴുതി എന്നുള്ളത്? നമ്മളിൽ വിശ്വാസമാണ് അല്ലേ? ആ ഡോക്ടറിലുള്ള വിശ്വാസമാണ് നമ്മൾ അവര് തരുന്ന മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത്. എത്രയോ രോഗികൾ ഡോക്ടേഴ്സിന്റെ ചികിത്സ കിട്ടുന്ന സമയത്ത് തന്നെ മരിക്കുന്നുണ്ട്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? പക്ഷെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് പല ആളുകൾക്കും പല പല ഡിമാൻഡുകളാണ്. അത് എന്താണ്? ഇതിനെപ്പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എത്രയോ അല്ലേ വെരിക്കോസ് വെയിൻ പല പല രോഗങ്ങൾ ലിവർ സിറോസിസ് അങ്ങനെ പല 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 വലിയ വലിയ രോഗങ്ങളും നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കത് ക്ഷമയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ക്ഷമയാണ്. പല രീതിയിലുള്ള ആളുകളാണ്, പല സ്വഭാവക്കാരാണ്, പല രീതിയിലായിരിക്കും നമ്മോട് സംസാരിക്കുക. പല ചോദ്യങ്ങൾ അവർ ചോദിക്കും. അതിനൊക്കെ നമുക്ക് ക്ഷമയോടുകൂടി മറുപടി പറയാൻ സാധിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവണം. സത്യസന്ധമായിരിക്കണം എപ്പോഴും. സത്യസന്ധതയിലൂടെ മാത്രം വളർത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആരെയും ചതിച്ചുകൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. വിജയിച്ച ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കുക. അതുപോലെ ചെയ്യുക. ഒരുപാട് ലീഡേഴ്സ് അല്ലെ, ഒരുപാട് വ്യക്തികൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നുണ്ട്. മുമ്പ് നമുക്കറിയാം ആംവേ പോലുള്ള ഒരു ബിസിനസ്സൊക്കെ ഞാൻ ആ ഒരു മീറ്റിങ്ങിലൊക്കെ പണ്ട് കാലങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അന്നൊക്കെ അവിടെ വിജയിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ അവര് പറയുമ്പോൾ ബോംബെയിലുണ്ട് അല്ലെങ്കിൽ കൽക്കത്തയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, പല സ്ഥലങ്ങളിലായിരുന്നു, വിദേശങ്ങളിലൊക്കെ അത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഈ രാമനാട്ടുകരയിലുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ 2/10 വാങ്ങിച്ച എനിക്കറിയാം. എന്റെ രാമനാട്ടുകര സിറ്റിയിലുണ്ട്. നമ്മൾ നേരെ കാണുകയാണ്. അല്ലാതെ ബോംബെയിലെ കൽക്കത്തയിലോ മദ്രാസിലോ ബാംഗ്ലൂരോ ഒന്നുമല്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇത്രയും വിജയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനെ കാണാം. അപ്പൊ നമുക്കറിയാം അല്ലേ, ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അതിനനുസരിച്ച് പഠിച്ചിട്ട് ചെയ്യ എല്ലാവരും. പല രീതിയിലുള്ള നെഗറ്റീവുകളും കിട്ടും. അതിന്റെ പിന്നാലെ പോകാതെ എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടാ? പലപ്പോഴും പലരും ചോദിക്കാൻ ഇതിൽ എനിക്കൊക്കെ വിജയിക്കാൻ പറ്റുമോ? ഞാൻ വിജയിക്കോ? എന്റെ ക്യാഷ് നഷ്ടപ്പെടുമോ? ഡിയർ ഫ്രണ്ട്സ്, ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഒരിക്കലും ഒരു രൂപ പോലും ഒരാൾക്കും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. നമ്മളിവിടെ ക്യാഷ് ഡിപ്പോസിറ്റ് ഒന്നല്ല അല്ലേ? ആരോടെങ്കിലും ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണം, ഇത്ര ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഒരിക്കലും നമ്മൾ കമ്പനി പറഞ്ഞിട്ടില്ല. ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ പോലും നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല. നമുക്ക് ഫ്രീ ആയിട്ടാണ് കമ്പനി ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് തരുന്നത്. അല്ലേ? എന്താണ് ഈ ഐഡിയ അടിക്കുക എന്ന് പറയും. ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കമ്പനി തരുന്നത്. നമുക്ക് സ്വതന്ത്ര വിതരണ അവകാശമാണത്. നമുക്ക് എവിടെ പോയിട്ടും ബിസിനസ് ചെയ്യാം. ഇന്ന ഒരു
നമുക്കൊരു ഏരിയ ഒന്നും ഇല്ലല്ലേ. ഞാൻ ഇപ്പോൾ രാമനാട്ടുകരയാണ്. എനിക്ക് രാമനാട്ടുകര മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നില്ല. എനിക്ക് കേരളത്തിൽ പല ഭാഗത്തും കൊല്ലം ജില്ലയിലൊക്കെ ടീമുണ്ട്. കൊല്ലമുണ്ട്, കണ്ണൂരുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. വടകര, കോഴിക്കോട്. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ആളുകളിലൂടെ കിട്ടിയ ടീമുകളാണ്. അല്ലാതെ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ഓടി ഉണ്ടാക്കിയതല്ല. എൻ്റെ ലീഡേഴ്സിൻ്റെയും എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത വ്യക്തികളുടെയും സഹായത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇന്നൊരു STC എന്ന ലീഡർ ആയിരിക്കുന്നത്. നിങ്ങൾ പലരും ലീഡേഴ്സ് ആയിരിക്കും. എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നമുക്ക് ഇതിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ആത്മാർത്ഥതയോട് കൂടി ചെയ്യാം. ഹലോ സാർ, സുബ്രഹ്മണ്യൻ സാറേ, എന്റെ ടൈം കഴിഞ്ഞോ? മാഡത്തിന്റെ ഇഷ്ടം ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ മാഡത്തിന് ചെയ്യാം കേട്ടോ. ഇത്രേ പറയാനുള്ളൂ. നമ്മൾ വളരെ ആത്മാർത്ഥതയോട് സത്യസന്ധതയോട് കൂടി ചെയ്യുക. കൊണ്ടുവരുന്ന ആളുകളിലേക്ക് വരുമാനം എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഒരാളുടെ വരുമാനമല്ല അല്ലെ, ഞാൻ എന്റെ വരുമാനം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ലീഡർഷിപ്പിലേക്ക് എത്താൻ സാധിക്കില്ല. നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് നമുക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്കും വരുമാനം വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു ബിസിനസ് അറിഞ്ഞിട്ട് വന്നൊരു വ്യക്തിയല്ല, ഒരു സാധാ വീട്ടമ്മയായിരുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ ലീഡേഴ്സ് പറയുന്ന പ്രകാരം തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഒരുപാട് നെഞ്ചോടേറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. വന്ന വ്യക്തികളെയൊക്കെ അത് പഠിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ. കമ്പനി നമുക്ക് പല രീതിയിലുള്ള വരുമാനങ്ങൾ തരുന്നുണ്ട് അല്ലേ. നമ്മുടെ BOP എടുക്കുക അല്ലെ, GTS പ്രോഗ്രാമിലൊക്കെ പറയാറുണ്ട്. നമ്മൾ 1-to-1 പ്ലാനിൽ നമുക്ക് പല ഇതല്ലേ. ആദ്യം തന്നെ എന്താണ്, നമുക്ക് ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചെടുക്കാം. രണ്ടാമത്തെ ഒരു ഇൻകമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ വാങ്ങിച്ച് നമുക്കത് റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ MRPക്കാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ റീറ്റെയിൽ ഇൻകം കിട്ടും. അത് രണ്ടാമത്തെ ഒരു ഇൻകാണ്. മൂന്നാമത് നമുക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസ്, അതായത് പുതിയ വ്യക്തികളെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യിക്കുന്ന സമയത്ത് കമ്പനി വീക്കിലി തരുന്ന വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് നാലാമത് കിട്ടുന്ന ഒരു ഇൻകാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ. ഒരു മന്ത്ലി കട്ട് ഓഫിനും ഇടയിൽ നമുക്ക് ഇത്ര ബിസിനസ് വോളിയം അല്ലേ. ആദ്യം അത് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ചേഞ്ച് ചെയ്ത് TCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന സമയത്ത് 1,00,000 BV നമുക്ക് 2 ഓർഗനൈസേഷനിലും മാച്ച് ചെയ്യുന്ന സമയത്ത് കമ്പനി തരുന്ന ഒരു വരുമാനമാണ് പെർഫോമൻസ്. പിന്നെ നമുക്കൊരു DTC എന്ന റാങ്കിലേക്ക് എത്തി കഴിയുന്ന സമയത്ത്, DTCകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, DTC എന്ന റാങ്കിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി പറയുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കമ്പനി ഒരു മാസ വരുമാനം തരും. അതിന് പറയുന്ന പേരാണ് ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ബിസിനസ്സിലൂടെ വന്നവിടെ ഈ ഒരു ഇൻകങ്ങളൊക്കെ ആദ്യം ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വിലക്കുറവിൽ വാങ്ങിച്ചു. രണ്ടാമത് അത് റീറ്റെയിൽ ചെയ്ത് റീറ്റെയിൽ പ്രോഫിറ്റ് വാങ്ങിച്ചു. മൂന്നാമത് എനിക്ക് കമ്പനി സെയിൽസ് ടേണർ ബോണസ് തന്നു. നാലാമത് പെർഫോമൻസ് ബോണസ് വാങ്ങിച്ചു. അഞ്ചാമത് തുടർച്ചയായിട്ട് ഞാൻ ലോയൽറ്റി ബോണസ് വാങ്ങിച്ചു. ഇതൊക്കെ ഈ കമ്പനി തരുന്നത് നമ്മൾ വാങ്ങിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ലോയൽറ്റി ബോണസ് വരെ വാങ്ങിച്ചു നിൽക്കുന്ന അല്ലെ, കമ്പനി തരുന്നതെല്ലാം വാങ്ങിച്ച ഒരു ലീഡറാണ് ഞാൻ. കമ്പനി നമുക്ക് എന്തെല്ലാം തരുന്ന അതൊക്കെ വാങ്ങിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവർ ചെയ്യുന്ന അല്ലെ, പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലീഡേഴ്സിന് മാത്രം ഇതൊക്കെ കിട്ടും. ലീഡേഴ്സിന് മാത്രമാണ് കിട്ടുന്നത്, കമ്പനി എല്ലാവർക്കും തരുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലീഡർഷിപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. ലീഡേഴ്സിനാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് ലീഡറായി മാറാം അല്ലേ. 2.5 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും TC ആവാം. അവിടെ കമ്പനി അവിടെ ഒരു മാനദണ്ഡം മറ്റാർക്കും വെക്കുന്നില്ല. 2.5 ലക്ഷം ബിസിനസ് വോളിയം വെച്ച് ചെയ്താൽ നമുക്ക് TC ആവാം. 5 ലക്ഷം ബിസിനസ് വോളിയം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മാച്ച് ചെയ്താൽ നമുക്ക് ATC എല്ലാവർക്കും സാധിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. എന്നെ പോലെയുള്ള ഒരു സാധാ വീട്ടമ്മയ്ക്ക് ഇത് സാധിക്കുമെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള എത്രയോ ആളുകളുണ്ട്. എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.